കട്ടപ്പന സുവർണഗിരി ഗവൺമെന്റ് കോളേജ് റോഡിനെയും കക്കാട്ടുകട നത്തുകല് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. വാർഡ് കൌൺസിലർ ഷമീസ് കെ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ജോസഫ് കളരിക്കൽ നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 30-ാം വാർഡിൽ ഉൾപ്പെട്ട സുവർണഗിരി ഗവൺമെന്റ് കോളേജ് റോഡിനെയും കക്കാട്ടുകട നത്തുകല് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. കക്കാട്ടുകട നത്തുകല് റോഡിൽ നിന്നും എളുപ്പമാർഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് പാതാലിപ്പടിയിൽ നിന്നും തിരിഞ്ഞ് ഇതുവഴി എത്താൻ സാധിക്കും. പുതിയ പാത നിർമ്മിച്ച സ്ഥലത്ത് നടപ്പുവഴി മാത്രമാണ് മുൻപുണ്ടായിരുന്നത്. തുടർന്ന് ജോസഫ് കളരിക്കൽ സ്ഥലം വിട്ടു നൽകിയതോടെ നഗരസഭ 6 ലക്ഷം രൂപ ചിലവഴിച്ച് 560 മീറ്റർ പാത കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. ജോസഫ് കളരിക്കൽ നാടമുറിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിലും പരിസരത്തൊക്കെ ഒരുപാട് റോഡുകൾ ഈ അടുത്ത കാലത്ത് പണിതിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ പ്രദേശത്തുള്ള ഒരു റോഡിന് ഒരു ഉദ്ഘാടനം വയ്ക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഈ റോഡിന് മാത്രം ഒരു ഉദ്ഘാടനം വേണമെന്ന് പറഞ്ഞത് ഞാനാണ്. കാരണം ഇത് കുഞ്ഞേട്ടന്റെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നടന്നിട്ടുള്ളൊരു കാര്യമാണ്. മറ്റു നമുക്കറിയാം, റോഡുകളൊക്കെ പണിയുമ്പോൾ എല്ലാവർക്കും താല്പര്യം, പക്ഷെ അവനവന്റെ സ്ഥലം പോകുമ്പോഴും അവിടെ വരുമ്പോഴും മാത്രമാണ് എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ടാകുന്നത്. ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ വാർഡിലൊരു പ്രശ്നം നടന്നത്, ഒരു വഴി പോലും ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ പറമ്പിലേക്ക് വഴി കിട്ടുമ്പോൾ ആർക്കും നടക്കുന്ന സ്ഥലത്തിന് ഭയങ്കര വില കിട്ടുമ്പോഴും 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത അവസ്ഥയുണ്ട്. പക്ഷേ കുഞ്ഞേട്ടനുമായിട്ട് ഇങ്ങനെ കുഞ്ഞേട്ടൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഏതാണ് കുഞ്ഞേട്ടൻ സംസാരിച്ചു. ഇപ്പൊ നമുക്ക് താഴത്തെ ഭാഗം വിട്ടുകിട്ടാൻ ചില പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്പം താമസം ഉണ്ടായി. അതാണെങ്കിലും അവരും ഒരു അല്പം സഹകരിച്ചു. ഏതാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പ്രദേശവാസികൾക്ക് കുഞ്ഞേട്ടനോട് മാത്രമാണ് കടപ്പാടുള്ളത്. വാർഡ് കൌൺസിലർ ഷമീസ് കെ ജോർജ് അധ്യക്ഷനായിരുന്നു. ഷാജി കുബിക്കൽ, ടോമി പൊന്നമ്പയൽ, ബേബി അയ്യുന്നിക്കൽ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.